ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടിയിലെ ക്രൂയിസ് കൺട്രോൾ തൽക്കാലത്തേക്ക് ഒന്ന് അഴിച്ചു മാറ്റണം. കാരണം ഈ ഒരു ഫീച്ചറിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വരുന്നില്ല. അപ്പോൾ ചിലവരൊക്കെ പറയും ഇത് ആക്സിലേറ്റർ കേബിളിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് മാറാൻ നേരത്തെ ഓയിൽ ഇട്ടുകൊണ്ടാണെന്നൊക്കെ. അതൊന്നുമല്ല പ്രശ്നം. ഈ ഒരു ആക്സിലേറ്റർ ഏതുവരെ വർക്കാവുന്നു അതുവരെയും പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് റിട്ടേൺ വരും. ബട്ട് അതിന് കൂടുതൽ കറക്കുമ്പോഴാണ് ഇത് ലോക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓട്ടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമല്ല, കാരണം എനിക്ക് ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ വേറെ ആരെങ്കിലും ഈ ഒരു വണ്ടി എടുത്ത് ഓട്ടിക്കുന്ന സമയത്താണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഇതിപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്കിതറിയാം, ഞാൻ ഇതുവരെയ്ക്ക് അല്ലെങ്കിൽ ആക്സിലേറ്റർ പിടിക്കൂ. ബട്ട് ഇത് ആദ്യം വന്നപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു. കാരണം ഇതുവരെ ഇരുന്നിട്ട് ഫുൾ ടൈറ്റായിരുന്നു, വണ്ടി വലിച്ചെടുത്തുകൊണ്ടെങ്കിൽ പോയി എന്ന് വെച്ചാൽ ഇത് ഫുൾ ത്രോട്ടിൽ ഒരു തേർഡ് ഗിയർ തന്നെ ഫുൾ ത്രോട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു 90 അടുപ്പിച്ച് സ്പീഡ് വരും. ആ സ്പീഡിൽ നിങ്ങൾ പാനിക്കായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പടാവും. കാരണം പെട്ടെന്നങ്ങ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലോട്ട് നിങ്ങളെത്തും. അപ്പോൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി പടാവുന്നുള്ള രീതിക്ക് ഞാൻ ഇത് ശരിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ അപ്പോൾ ഇതിനുവേണ്ടി വർക്ക്ഷോപ്പിൽ പോയായിരുന്നു. കാരണം ഞാൻ നോക്കിയിട്ട് ഇതിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് ഈ ഒരു KTMൻ്റെ റൈറ്റ് സൈഡിലെ ഗ്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേയിങ് ക്ലിയറൻസൊക്കെ വ്യത്യാസം വരുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. കാരണം ചെറിയൊരു വ്യത്യാസം വന്ന വരെ ഇതിൽ സ്യൂട്ടാവാതെ അത് ടൈറ്റ് ആവും. എനിക്ക് തോന്നുന്നു മറ്റേതിൽ എന്തോ സ്റ്റോപ്പർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇത് വെച്ച് നിൽക്കാൻ വേണ്ടി. ബട്ട് ഇതിൽ ആ ഒരു സ്റ്റോപ്പർ ഒന്നില്ലെങ്കിൽ കാണില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് കറക്കി അത് കഴിഞ്ഞ് കറങ്ങി പോകുന്നതും കൊണ്ടായിരിക്കും. ബട്ട് നമുക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ സാധനം ഊരി മാറ്റിയതുകൊണ്ട് അത് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എവിടെ എടുത്ത് കളഞ്ഞു. ഭാഗ്യത്തിന് എടുത്ത് വീശിയൊന്നും കളഞ്ഞില്ല. നമ്മൾ ഇവിടെ എവിടെയൊക്കെ സാധനം കിടപ്പുണ്ട്, ആദ്യം അതൊന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഒരു ടിപ്പ് കൂടെ ഉണ്ട്. അതായത് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളെ വണ്ടി ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തടുത്തായിട്ടുള്ള വരുന്ന വീഡിയോസ് ഉറപ്പായിട്ടും ഫോളോ അപ്പ് ചെയ്യണം. കാരണം ചിലപ്പോൾ ഞാൻ ഒരു സാധനം സെറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ എനിക്ക് ആ പ്രശ്നം വരില്ലായിരിക്കും, കുറച്ച് ഓടുമ്പോഴായിരിക്കും വരുന്നത്. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് വെക്കാൻ പറ്റൂ. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടാർപ്പയും കസേര എടുത്തിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സാധനമുണ്ട്, അതങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. എൻ്റെ വെച്ചിട്ട് ഞാൻ ഈ ചെടിയുടെ ഇടയിൽ എവിടെയോ ആണ് ആ ഒരു സാധനം ഇട്ടത്. ആ ഒരു സാധനം എടുത്തിട്ട് ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് ട്യൂബ് വരുന്നുണ്ട്. ആ ട്യൂബ് എടുത്ത് മാറ്റി നമ്മളെ പഴയ ട്യൂബ് എടുത്ത് ഇതിൽ സെറ്റ് ചെയ്യും. അപ്പോൾ അതിലെ ഗ്രിപ്പ് കട്ട് ചെയ്തിട്ട് ഈ ഗ്രിപ്പ് അതിലോട്ട് കയറ്റണം. കാരണം നമ്മളെ പഴയ ട്യൂബിൽ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു. ഇത് വർക്ക്ഷോപ്പിലുള്ളവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം ഞാൻ ഇതിപ്പോൾ എൻ്റെ വണ്ടിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കാര്യം ചെയ്തത്. ബട്ട് വർക്ക്ഷോപ്പിലവർ എത്രയോ വണ്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് കറക്റ്റ് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയായിരിക്കും. കുറച്ചല്ല, നമ്മളെക്കാട്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്തായാലും കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോയി കടിച്ച് തുലച്ച് കാണും. ഇവിടെ പൊന്നപ്പോൾ ആ സാധനം വല്ലതും എടുത്തു വന്നിട്ട്. അപ്പോൾ ഞാൻ നോക്കിയ പ്രഥമ ദൃഷ്ടിയാൽ ഇവിടെയൊന്നുമില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ പൊന്നു മോളെ തട്ടിക്കളി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എടുത്ത തിരിച്ചതിനുള്ളിൽ സാധനം കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഇത് ആ സാധനമല്ല. ലെഫ്റ്റ് സൈഡിലെ ഹാൻഡിൽ ഗ്രിപ്പായിപ്പോൾ ഇതെടുത്തപ്പോൾ കളയണ്ട, ചിലപ്പോൾ ഇത് പിന്നെ ആവശ്യം വരും. നമുക്ക് തൽക്കാലം ഇവിടെ ഇട്ടേക്കാം. നമുക്ക് മറ്റതൊന്ന് കണ്ടുപിടിക്കണം എന്തായാലും. അങ്ങനെ സാധനം കിട്ടി. മറ്റതുപോലെ കുറേ തപ്പേണ്ടിയൊന്നും വന്നില്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ ഇട്ട് കിട്ടി. എനിക്ക് ഈ പട്ടി അങ്ങനെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചാണ് തോന്നുന്നത്. ഇതിൽ ചെറിയ ബൈറ്റ് മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ന ട്യൂബ്. ഈ ട്യൂബിൽ നിന്ന് ഈ പഴയ റബ്ബറിലെ സാധനം ഊരിക്കളഞ്ഞിട്ട് ആ റബ്ബറിലെ സാധനം എടുത്ത് ഇതിലിട്ടിട്ട് തിരിച്ച് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ലോക്ക് ആവോ ഇല്ലെന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പിന്നെ ഇത് KTMൻ്റെ ഹാൻഡ് ഗ്രിപ്പാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ഉണ്ടാകും, വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് സെറ്റ് ചെയ്യുന്നതും അഴിച്ചു വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം മുമ്പത്തെ വീഡിയോയിലുണ്ട്. രണ്ടുകൂടെ ബോറാവും. അത് കണ്ടവരാണെങ്കിൽ ഇത് കാണുക, ഇത് കണ്ടവരാണെങ്കിൽ അതും പോയി കാണുക. നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് ഇളക്കി കളയാൻ വലിയ ടാസ്ക് ഇല്ല. ബട്ട് ഇതൊന്ന് ഈ ഒരു ഗ്രിപ്പ് ഊരി എടുത്തിട്ട് തിരിച്ച് ഇതിലോട്ട് കയറ്റാൻ നല്ലതായിട്ട് ടാസ്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ ആയിരിക്കുന്നില്ല, നിങ്ങളായിട്ടുള്ള റിസ്കിൽ കയറ്റണം. അപ്പോൾ നമുക്ക് കയറ്റിയിട്ട് കാണാം. ഈ ഒരു ഗ്രിപ്പ് തന്നെ ഇതിന്ന് വലിച്ചൂരെടുക്കാൻ വേണ്ടി നല്ല പാടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് പിച്ചാത്തേക്ക് എടുത്ത് വെച്ച് കട്ട് ചെയ്താണ് എടുത്തത്. അതൊരു പക്ഷേ ഈ ഒരു സാധനം ഒരുപാട് ഉപയോഗിച്ച് ഹാർഡായതുകൊണ്ടായിരിക്കും. ബട്ട് അതിലിരിക്കുന്ന സാധനം നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഊരിയിടാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇന്നർ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലീവ് ഇതിന്ന് ഊരിയെടുത്തിട്ട് ഇതിലോട്ട് സെറ്റ് ചെയ്യണം. ഇതെല്ലാം അടിക്കണം. കുഴപ്പമില്ല, അടിക്കാം. സാധനം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ബട്ട് ഇതിന്ന് ഊരിയെടുക്കാൻ നല്ല ടാസ്ക് ആണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഊരിനെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട്, കേൾക്കേണ്ടത്. നമുക്ക് ഇതിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഇതൊന്ന് ഊരിയെടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അടുത്ത സാധനത്തിൽ ഇടേണ്ടതാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നി ഇതിൻ്റെ അകത്തെ പ്ലാസ്റ്റിക് മാത്രം അടിച്ച് പൊട്ടിച്ചിട്ട് ഊരിയെടുക്കുന്നതായിരിക്കും ബെറ്റർന്ന്. ബട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഥവാ അതിലോട്ട് കയറ്റാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പിന്നെയും പണി കിട്ടും. സോഷ്യൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സാധനം പിന്നെ ചുറ്റിലേക്ക് എടുത്ത് വെച്ച് അടിച്ച് പൊട്ടിച്ച് പല പീസാക്കിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് വേസ്റ്റായി. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സാധനമാണ് നമുക്കത് സെറ്റ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ അടിച്ച് പൊട്ടിക്കാൻ നിൽക്കുന്നതൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗ്രിപ്പ് അതിലെടുത്ത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, അത് നല്ല രീതിക്ക് ഹാർഡാണ്. ഇനിയിപ്പോൾ അത് ഫ്ലോപ്പ് ആയാലും നമ്മൾ ഇതെടുത്ത് ചുമ്മാ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചെങ്കിൽ നമ്മൾ വണ്ടി ഓട്ടിക്കും.
അങ്ങനെയെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഇതിലൊന്നും കയറി കളിക്കാതിരിക്കുക. ഫണ്ട് ലോസ്, ധനനഷ്ടം, വീഡിയോ ഇട്ട് മാനഹാനി എല്ലാം കൂടെ ഒത്തു വരുന്നതാണ് തോന്നുന്നത്. നമുക്കിനി എന്തായാലും വേറെ ഐഡിയ ഉണ്ട്. നമ്മൾ പണ്ട് ഈ ബാറ്റിലൊക്കെ ഈർക്കിലൊക്കെ കയറ്റി വെച്ചിട്ട് ഗ്രിപ്പ് ഇടണം. ആ ഒരു സെറ്റപ്പ് ട്രൈ ചെയ്ത് നോക്കാം. 4 സൈഡ് ഈർക്കിലും വെച്ച് ഈ ഒരു ഗ്രിപ്പ് എടുത്ത് കയറ്റി നോക്കാം. ഞാനിപ്പോൾ ഈർക്കിലിടണോ കവർ ഇടണോ എന്ന് വളരെ കൺഫ്യൂഷനിലാണ്. സക്സസ് ആവുകയാണെങ്കിൽ ഏതാണ് ഇട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും അതൊന്നും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ച് കഷ്ടപ്പാടായിരിക്കും. നോക്കാം. ഈർക്കിലിൻ്റെ പ്ലാൻ ഫെയിലറായി. നമ്മളെന്തായാലും ഇപ്പോൾ കവർ കുത്തിക്കയറ്റിന് കയറ്റിയത് ഇതുവരെ കയറ്റി, ഇനി ഇതുവരെ ഫുള്ള് കയറ്റും. അടുത്ത പ്രതിസന്ധി ഈ കവർ എങ്ങനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. പുറത്തെടുക്കണ്ട, കട്ട് ചെയ്തങ്ങ് വെച്ചിരുന്നാലും മതിയല്ലേ. കാരണം ഈ ഒരു ടോപ്പിലും ഇതുപോലത്തെ ഗ്രിപ്പുണ്ട്, താഴെയുണ്ട്, അതുകൊണ്ട് ഇത് ഊരിയൊന്നും പോകത്തില്ല. ഷിറ്റ്, ഈ ഒരു ഗ്രിപ്പിൻ്റെ കറക്റ്റ് ലെവൽ നോക്കി കയറ്റണമായിരുന്നു, എങ്കിൽ ഇവിടെ വരുമ്പോൾ അത് സെറ്റാവും. അത് കുഴപ്പമില്ല, കയറ്റി ഇട്ടാലും കറക്കാൻ തോന്നുന്നു. നമ്മൾ വിജയത്തിലോട്ട് ഓരോ സ്റ്റെപ്പും അടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടോപ്പിൽ നിന്നും ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ കൈവച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ എയർ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ കൈയോടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്കും ആ എയർ കയറി ഇതൊന്ന് വികസിച്ചിട്ട് നേരെ താഴോട്ടിറങ്ങും. ഇനി ഇവിടെ എത്തിച്ചിട്ട് ഈ ലോക്ക് കറക്റ്റ് ഇടണം, അതാണ് ഒരേ ഒരു പ്രശ്നം. അപ്പോൾ സാധനം നമ്മൾ എങ്ങനെയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കവർ ഊരിക്കളഞ്ഞ് ഇവിടെ കറക്റ്റ് സിങ്ക് ആകാൻ വേണ്ടി ഇതിനകത്ത് കവറുള്ളതുകൊണ്ട് നമുക്ക് പിടിച്ച് തിരിച്ച് തന്നെ കറങ്ങും. ആ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഊരെടുത്ത് കളയാൻ പറ്റും. പിന്നെ സെറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ 50 പൈസ കവർ എടുക്കരുത്, പിന്നെ കട്ടിയുള്ള കവർ എടുക്കണം. പിന്നെ 50 പൈസ കവറാണെങ്കിൽ നിങ്ങൾ വലിച്ചെടുക്കാൻ നേരത്ത് കീറി പകുതി അകത്താവും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയ അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. കാരണം ഇതിനി ചെയ്യുന്ന ആർക്കെങ്കിലേക്ക് അത് യൂസ് ആവും. എന്തായാലും ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്തത്. നമുക്കിനി ഇത് വണ്ടി സെറ്റ് ചെയ്തിട്ട് ഇത്രയും ചെയ്ത വേസ്റ്റാണോ വല്ല കാര്യമുണ്ടോ നോക്കാം. ഗൈസ്, അപ്പോൾ പരിപാടി സക്സസ് ആണോ ഇല്ലെന്ന് നോക്കാം. ഞാനും ഇപ്പോൾ നോക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ സക്സസ്. അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ ചേട്ടൻ പറഞ്ഞതൊക്കെ തന്നെ ആ രീതിയിൽ ചെയ്തപ്പോഴത്തേക്ക് ശരിയായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ചിലവരൊക്കെ ഈ ഒരു ഗ്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരണമെന്നില്ല. കാരണം ഞാൻ അന്ന് ഈ ഗ്രിപ്പ് എടുത്ത സമയത്ത് ആ ഗ്രിപ്പിൻ്റെ അകഭാഗത്ത് കുറച്ച് ഡീഫോർമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു കാറ്റമെൻറ്റ് ഏത് ഗ്രിപ്പ് ഇട്ടാലും ഇതുപോലെയൊക്കെ വരുമായിരിക്കും. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് പണി കിട്ടി, ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്തു. പിന്നെ അതറിയണമെങ്കിൽ സെറ്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ കണ്ടാലേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയൊന്നും സെറ്റ് ചെയ്യാതെ തന്നെ ഇതിട്ടിട്ട് വർക്കാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. നമുക്കിനി എന്തായാലും ഇതിൻ്റെ ബാറിൻ്റെ വെയിറ്റിലെടുത്ത് വയ്ക്കാം. ഗൈസ്, അപ്പോൾ നമ്മളെ കിടുക്കാച്ചി വെട്ടം തരണ ബ്രൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിന് എന്തുമാത്രം വെട്ടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം പോലും വരില്ല. ഞാൻ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഫോഗ് ലാമ്പൊക്കെ ഊരി വെച്ചത്. അപ്പോൾ ഒരു ഗട്ടറി വീണതിന് ശേഷം അത് നിന്നു. അപ്പോൾ അതിപ്പോൾ ശരിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ എനിക്ക് ശരിയാക്കാൻ പോയാൽ നല്ല രീതിക്ക് ക്ഷീണിച്ചു. പിന്നെ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോകണേടാ. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ അടുത്ത വീട്ടിൽ അപ്ഡേറ്റ് ചെയ്താൽ